വരാഹിയുടെ ആണെങ്കിലും വാർത്താളിയുടെ ആണെങ്കിലും മന്ത്രങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്? സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വാരാഹിയമ്മനെ സാധാരണക്കാർക്ക് ചെല്ലാം, പൂജിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വാർത്താളിന് പൂജിക്കണമെങ്കിൽ ഗുരുദീക്ഷ വേണം. അത് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ നശിച്ചു പോകും, തിരിച്ചടി വരും. പിന്നെ ചില ക്രിയകൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവും, അത് ചെയ്തു കഴിഞ്ഞാൽ അതിനും തിരിച്ചടി വരും. ഗുരുമുഖത്തുനിന്ന് ഇയാൾ യോഗ്യനാണെന്ന് തോന്നണം. കാരണം ഇതിന് പവറാണ്. ഈ പവർ നമ്മളെ ബോഡിയിൽ താങ്ങണം ഈ സംഭവം. അതായത് ഒരു ഉപാസന വേണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹൃദയത്തിന് വേദന വരും. കാരണം അത് ഉപാസന പറഞ്ഞാൽ അത്രയും ലക്ഷങ്ങൾ ഇത്രയും വലിയ നീളമുള്ള വരി ജപിച്ചിട്ട് വേണം സിദ്ധി വരുത്താൻ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ നമ്മളെ മുന്നിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരും. അതാണ് സംഭവം. കാര്യസിദ്ധിക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മന്ത്രങ്ങൾ ഉപയോഗിക്കും. അതിന് ചില മുദ്രകളുണ്ട്, വാരാഹി മുദ്രയൊക്കെ ഉണ്ട്, ലക്ഷ്മി മുദ്ര ഉണ്ട്, അങ്ങനെ പല മുദ്രകളുണ്ട്. മുദ്രകൾ കൂടിയാണ് ഈ പൂജ വാർത്താളിനെ ഇതാക്കുക. പിന്നെ വാർത്താളിക്ക് ഇഷ്ടമുള്ള സംഗതികൾ ചെയ്തിട്ട് അതിന് പൂജയിൽ പ്രീതി വരുത്തണം. അങ്ങനെയാണ് എൻ്റെ സംഭവം. അത് പല രീതിയിലുണ്ട്. അതായത് പിന്നെ ഈ ആടിൻ്റെ മാംസം, മദ്യം, കള്ള്, അങ്ങനെ പല രീതിയുണ്ട് സംഭവം. ശാക്തയെന്നും പറയും ചില ദിക്കിലേക്ക്. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം സംഭവം. ഗുരുതിയാണ് പ്രധാനം. ഗുരുതിയും കൊടുക്കും. അമ്മയ്ക്ക് ഗുരുതി തർപ്പണം ഭയങ്കരമാണ്. വാർത്താളി ദേവീനേക്കാൾ കൂടുതൽ വാരാഹി ദേവീനെയാണ് നമ്മൾ സാധാരണക്കാർക്ക്. വാരാഹി ദേവിയിലെ പ്രത്യേകിച്ചാൽ സ്ത്രീകൾ പൂജിക്കുന്നുണ്ടായിരുന്നു, പൂജിക്കുന്നുണ്ട്. പല ദിക്കിലും ഞാൻ കണ്ടു, പല വീടുകളിലുണ്ട് വാരാഹി. പക്ഷെ അതിനും പവറുണ്ട്. അത് ക്ഷേത്രങ്ങളിലെ മാതിരി ഉത്തമത്തിലാണ്, അതിന് വലിയ ദോഷമില്ല. പക്ഷെ മറ്റേതല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ അത് ആ വരുമ്പം തന്നെ കാറ്റിങ്ങനെ അടിക്കും. പ്രകൃതി അറിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ശരിക്കും അത് അതിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഈ കർമ്മിക്ക് വേണം, അല്ലെങ്കിൽ അപ്പം തന്നെ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ നല്ല ശരിക്കും അതിൻ്റെ പ്രകൃതി ഇങ്ങനെ അടിക്കും സംഗതി. അതായത് ഇങ്ങനെ കാറ്റിങ്ങനെ അങ്ങനെ കൊടുമ്പിരി കൊള്ളും ആ സമയത്ത് വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ക്രിയ തെറ്റിപ്പോയാലും വലിയ അപകടം. ഇതിന് ക്രിയാപദ്ധതി ഉണ്ട്. ആ ക്രിയാപദ്ധതിയിൽ ആരോഹണം അവരോഹണം സംഗീതമായിരിക്കണം. അതിങ്ങനെ കയറ്റി കൊണ്ടുവരണം, എന്നിട്ട് മെല്ലെ ഇറക്കി കൊണ്ടുവരണം. അതാണ് ഈ പൂജേന്റെ പ്രത്യേകത. വാരാഹി വാർത്താളിയമ്മന്റെ പൂജേന്റെ പ്രത്യേകത. നമ്മളതിങ്ങനെ ഡോസ് കുറച്ച് കയറ്റി സെന്ററിലെത്തും. അവിടുന്ന് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഇറക്കി കൊണ്ടുവരണം. അതിന് നമ്മൾ അത്രയും ബോധവാനാവണം. വേറൊരു ചിന്ത അപ്പം പാടില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.